നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കൺമുന്നിൽ MLA ഉമാ തോമസ് താഴേക്ക് പതിച്ച് പിടയുന്നത് കണ്ടിട്ടും കുലുക്കമില്ലാതെ ആ ഗിന്നസ് റെക്കോർഡ് വേദിയിലിരുന്ന മന്ത്രിയാണ് സാംസ്കാരികത്തിന്റെ ചുമതലയുള്ള മന്ത്രി സജി ചെറിയാൻ. ദിവ്യോണിയുടെ പരിപാടി കഴിയും വരെ അവിടെ ഇരുന്നു. ഉമാ തോമസിന്റെ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളിയാകേണ്ട സമയത്ത് ഗാനമേളയും ആസ്വദിച്ചു. അതിനുശേഷം ആ പരിപാടിയുടെ സംഘാടകരെയും പുകഴ്ത്തി. കഴിഞ്ഞ ദിവസം കലൂർ സ്റ്റേഡിയത്തിലെ വീഡിയോ പുറത്തു വന്നപ്പോൾ MLA വീണത് കണ്ടിട്ടും ആ പരിപാടിയിൽ മന്ത്രി തുടർന്നതിന്റെ അസ്വാഭാവികത ചർച്ചയായി. അതേ ദിവസം മറ്റൊരു MLAയുടെ വേദനയിൽ വിങ്ങി പൊട്ടുകയാണ് മന്ത്രി സജി ചെറിയാൻ. പ്രതിഭയുടെ മകന്റെ കഞ്ചാവ് കേസാണ് വേദനയ്ക്ക് കാരണം. കായംകുളം MLA പ്രതിഭയുടെ മകൻ കഞ്ചാവ് കേസിൽ 9ാം പ്രതിയായതിൽ എക്സൈസിനെ പരിഹസിച്ച് മന്ത്രി സജി ചെറിയാൻ രംഗത്ത് വരുമ്പോൾ പുതിയ പ്രതിഷേധം. കുട്ടികൾ പുകവലിച്ചതിനാണോ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയതെന്ന് സജി ചെറിയാൻ ചോദിച്ചു. പ്രതിഭ MLA പങ്കെടുത്ത വേദിയിൽ വെച്ചായിരുന്നു സജി ചെറിയാന്റെ പരാമർശം. പുകവലിക്കുന്നത് മഹാ അപരാധമാണോ? ചെയ്തെങ്കിൽ തെറ്റാണ്. ജയിലിൽ കിടന്നപ്പോൾ താനും പുകവലിക്കുമായിരുന്നു. ദിവസവും ഒരു കെട്ട് ബീഡി വലിക്കുന്ന ആളാണ് MT വാസുദേവൻ നായരെന്നും സജി ചെറിയാൻ പറഞ്ഞു. അതായത് മന്ത്രിയുടേത് പുകവലിയെ പ്രോത്സാഹിപ്പിക്കുന്ന പരാമർശം എന്നാണ് വിലയിരുത്തൽ. പ്രതിഭ MLAയുടെ മകൻ പോളിടെക്നിക്കിൽ പഠിക്കുകയാണ്. കുട്ടികൾ കൂട്ടുകൂടേണ്ടേ? ഇച്ചിരി വർത്തമാനം പറഞ്ഞു. ആരോ വന്ന് പിടിച്ചു. ആ കുട്ടി എന്തെങ്കിലും മോശം കാര്യം ചെയ്തു എന്നൊന്നും ഒരു കേസിലുമില്ല. FIR ഞാൻ വായിച്ചു. പുക വലിച്ചു എന്നാണ്. ഞാൻ പുകവലിക്കുന്നയാളാണ്. വല്ലപ്പോഴും ഒരു സിഗരറ്റ് വലിക്കും. പറയാൻ പേടിയൊന്നുമില്ല. പണ്ട് ജയിലിൽ കിടക്കുമ്പോൾ പഠിച്ചതാ. MT വാസുദേവൻ നായർ ബീഡി വലിക്കുന്നയാളാ. കെട്ടുകണക്കിന് ബീഡി കയ്യിലുണ്ടാവും. ആ ശീലമുണ്ട് എന്നായിരുന്നു സജി ചെറിയാന്റെ ന്യായീകരണം. പ്രതിഭയെ CPM ജില്ലാ രാഷ്ട്രീയം അനുകൂലമാക്കാൻ തനിക്കൊപ്പം ചേർന്ന് നിർത്താനുള്ള നീക്കമാണ് മന്ത്രിയുടേതെന്നാണ് വിലയിരുത്തൽ. പുകവലിച്ചതിന് ജാമ്യമില്ലാത്ത വകുപ്പ് എന്തിനാണ് ഇടുന്നതെന്നും സജി ചെറിയാൻ ചോദിച്ചു. നമ്മുടെ കുഞ്ഞുങ്ങൾ വർത്തമാനം പറഞ്ഞ് അവിടെ ഇരുന്നു. ഈ ഇരിക്കുന്നവന്മാർ ചെയ്ത കാര്യങ്ങൾ കൂട്ടിവെച്ചാൽ പുസ്തകം എഴുതാം. കുട്ടികൾ കമ്പനി അടിക്കും, വർത്തമാനം പറയും, ഇടയ്ക്കൊരു പുകവലിക്കും. അതിനെന്താ? ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ്. മഹാ അപരാധമാണെന്ന് പറയരുത്. പ്രതിഭ MLAയുടെ മകൻ ഇങ്ങനെ ഒരു കാര്യത്തിന് കൂട്ടുനിന്നു. അതിന് പ്രതിഭ MLA എന്ത് ചെയ്തുവെന്നും സജി ചെറിയാൻ ചോദിച്ചു. ഉമാ തോമസിന്റെ അപകടമുണ്ടാക്കിയ സംഘാടകരെ രക്ഷിക്കാൻ സജി ചെറിയാൻ പറഞ്ഞതെല്ലാം കളവാണെന്ന് തെളിഞ്ഞു. ഇവിടെയും കള്ളം പറച്ചിൽ തുടരുന്നു. FIR-നെ കുറിച്ച് പച്ചക്കള്ളം പറയുകയാണ് സജി ചെറിയാൻ. പ്രതിഭ MLAയുടെ മകനെതിരെ കഞ്ചാവ് കേസിൽ MLAയുടെ വാദങ്ങൾ തള്ളി FIR പകർപ്പ് പുറത്തു വന്നിരുന്നു. പ്രതിഭയുടെ മകൻ ഉൾപ്പെടെ ഉള്ളവർക്കെതിരെ കേസെടുത്തത് കഞ്ചാവ് കൈവശം വെച്ചതിനും ഉപയോഗിച്ചതിനുമെന്ന് FIR-ൽ പറയുന്നു. കഞ്ചാവ് കേസിനെയാണ് MTയുടെ ബീഡി വലിയുമായി മന്ത്രി താരതമ്യം ചെയ്ത് ചെറുതാക്കാൻ ശ്രമിച്ചത്. എക്സൈസ് ക്രൈം ഒക്കറൻസ് റിപ്പോർട്ട് പുറത്തു വന്നതോടെ പ്രതിഭ MLAയുടെ വാദങ്ങൾ പൊളിഞ്ഞിരുന്നു. എക്സൈസ് സംഘം ചോദ്യം ചെയ്യുക മാത്രമാണ് ഉണ്ടായതെന്നും കഞ്ചാവ് പിടികൂടിയിട്ടില്ലെന്നുമാണ് MLAയും മകനും ആവർത്തിച്ചിരുന്നത്. കേസിൽ 9ാം പ്രതിയാണ് MLAയുടെ മകൻ. സംഘത്തിൽ നിന്ന് 3 ഗ്രാം കഞ്ചാവ് കലർന്ന 500 മില്ലി പുകയില മിശ്രിതം എന്നിവ കണ്ടെടുത്തതായി എക്സൈസ് റിപ്പോർട്ടിലുണ്ട്. കഞ്ചാവ് മിശ്രിതം ഉപയോഗിക്കുന്നതിന് തയ്യാറാക്കിയ കുപ്പി, പപ്പായ തണ്ട് എന്നിവ കണ്ടെത്തിയെന്നും ക്രൈം ഒക്കറൻസ് റിപ്പോർട്ടിൽ പറയുന്നു. നാട്ടുകാരായ 2 പേരെ സാക്ഷികളായും ചേർത്തിട്ടുണ്ട്. ഇത്തരമൊരു കേസിനെയാണ് സജി ചെറിയാൻ വളച്ചൊടിക്കുന്നത്. മകനെതിരെയുള്ളത് വ്യാജ വാർത്തയാണെന്ന വിശദീകരണവുമായി ഫേസ്ബുക്ക് ലൈവിലൂടെ പ്രതിഭ MLA രംഗത്തെത്തിയിരുന്നു. പല ചാനലുകളിലൂടെയും ഈ വാദം ആവർത്തിച്ചു. മാധ്യമങ്ങൾ നൽകിയത് കള്ളവാർത്തയാണെന്നും നിയമ നടപടി സ്വീകരിക്കുമെന്നായിരുന്നു MLAയുടെ മുന്നറിയിപ്പ്. ഇതിനിടെയാണ് FIR പുറത്തു വന്നത്.